നീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക. നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. ഫ്രണ്ട്സ് ചെല്ലുവോ? പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങളും അങ്ങയെ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തെ പൂർണ്ണമായ അറിവോടും സമൂഹത്തോടും കൂടി പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്ത ആയിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിനമായ വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ ക്രൂശ് ചുമക്കുന്നു. ഈശോ മിശിഹ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച യേശു പുറത്തു വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്രീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടെ സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ ഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയാലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോമിശിഹാ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നത് കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പുത്രന്റെ ക്രൂശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന കവറിനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ക്രൂശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിച്ചതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ആകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടനെ തന്നെ എഴുന്നേൽക്കാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്താനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹാ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ മാമുദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ
പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് പാലക്കാട് ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്ന് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് മരത്തിന് കീഴെ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം പൂർണ്ണമായി നിനക്ക് നൽകുന്നു. ചാവദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകങ്ങളിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവത്തിരവിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോമിശിഹ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ കോഴിക്കോട് ജില്ലയെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോഗൊൽത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂർ ആയിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കപ്പെടണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക സൗഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോമിശിഹ ക്രൂശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് അവൻ പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശുമരത്തിൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടി ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ്
യേശുവിന്റെ ശരീരം എടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരണവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്ന് ഇറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ യാകുലതകളും പതിപ്പിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവർ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ചു. ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രന്റെ ശരീരം പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ ഗാഗുൽത്താരിച്ചിന്റെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും അങ്ങ് ഗമനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും ക്രൂശമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. മനസ്താവ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. നിങ്ങളുടെ പ്രസാദപരത്തിന്റെ സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ചേട്ടാ, നിന്നും വിലാപത്തിൻ ഗാഗുൽത്താമലയിൽ നിന്നും
വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിന്നെൻ ചെന്നിണം തൂകി. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്താമലയിൽ നിന്നു വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ചേച്ചി ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് പത്രോസിന്റെ ഏറ്റുപറച്ചിലിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് പത്രോസിനെ പോലെ വളരെ തീക്ഷ്ണമതിയായ ജോസ് പോൾ ആണ്. ജോസ് പോൾ അമേരിക്കയിലാണ് ഇപ്പോൾ. 6 മാസം നാട്ടിലും 6 മാസം അമേരിക്കയിലുമായി ഒത്തിരി വർഷം കൊണ്ട് താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് ഹോളി ഹോം മിനിസ്ട്രിയിലേക്ക് പുതിയ ആളാണെങ്കിലും വളരെ തീക്ഷ്ണതയോടെ നമ്മോടൊപ്പം ഉണ്ട്. ഏറെ സ്നേഹത്തോടെ ജോസ് പോളിനെ നമ്മുടെ തീർത്ഥയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ജോസേട്ടാ, കേൾക്കാൻ കാണാം. നന്ദി ജെസിന്തി ചേച്ചി. ഞാൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ 16 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 ഭാഗം വായിക്കുന്ന തൊട്ടു മുമ്പത്തെ ഭാഗം കൂടി ഞാൻ വായിക്കുകയാണ്. യേശു കേസറിയ ഫിലിപ്പി ദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ നന്ദി. അമ്മേന്റെ ആശ്രയമേ, ഹല്ലേലൂയ. ഈ വചനം വളരെ അഭിഷേകത്തിന്റെ വചനമാണ്. വളരെ അഭിഷേകം. ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാല് കോൾമയർ കൊള്ളിക്കും. നമ്മുടെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വചനമാണ്. വളരെ ശക്തി പകരുന്ന വചനം. ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ ദൗത്യം എന്താണെന്നും പത്രോസിലൂടെ ദൈവപിതാവ് വെളിപ്പെടുത്താണ്. ഈ വചനം പറയുന്നത് കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് വെച്ചാണ്. അതിന്റെ പശ്ചാത്തലം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലം യവന വിജാതീയ
ദേവന്മാരെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു മരിച്ച സ്ഥലമാണ്, മരിച്ച സ്ഥലം, ജീവനുള്ള സ്ഥലമല്ല. ഇവിടെ വെച്ച് തന്നെ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടും കരണീയമാണ്. ജീവനുള്ള ദൈവമാണ്, ത്തിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന് അവിടെ പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രസക്തിയുണ്ട്. ഈ പ്രഖ്യാപനം മാനുഷിക ചോദനയാലല്ല, പിന്നെയോ പിതാവായ ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ പത്രോസിന് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവം അവിടെ ശരിക്കും പറഞ്ഞാല് ക്രിസ്തുവിനെ ഈ രക്ഷാകര ദൗത്യത്തിലേക്ക് പറഞ്ഞുവിട്ട പിതാവായ ദൈവം അവിടെ വ്യക്തമാക്കുകയാണ് എന്താണ് ക്രിസ്തുവിന്റെ ദൗത്യമെന്ന്. സഭാപിതാവായ ക്രിസ്തോസ്റ്റം ഇതിനെപ്പറ്റി പറയുന്നത്, ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, യഹൂദന്മാരുടെ അധികം പ്രസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഈ ചോദ്യം ചോദിച്ചാൽ തെല്ലും ഭയവും കൂടാതെ കൃത്യമായ ഉത്തരം ലഭിക്കാൻ വേണ്ടിയാണ്. കൃത്യമായ ഉത്തരം. അപ്പൊ നമ്മള് ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ആള് തനിച്ചായിരിക്കുമ്പോൾ ചോദിക്കുന്ന കുറച്ചുകൂടി നല്ലത്, കൃത്യമായ ഉത്തരം കിട്ടാൻ. മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുന്നൊക്കെ വിചാരിച്ച് ഉത്തരത്തിന്റെ അതിന്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടും. വേറൊരു കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സുവിശേഷ ഭാഗത്തിന് ഇതിന്റെ ശേഷം വരുന്നത്, അത് സമാന്തര സുവിശേഷങ്ങൾ 3-ലും, മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷത്തിലും ഇതിന്റെ തൊട്ട് പിന്നാലെ വരുന്നതാണ് ഒന്നാം പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം. അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇതിന്റെ തൊട്ട് പിന്നാലെയാണ് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന ഭാഗമാണ് ഈ പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം. എന്ന് വെച്ചാല് ശിഷ്യന്മാരെ ഒരു പക്ഷേ പീഡാനുഭവത്തിന് മുമ്പ് ഒരുക്കുന്നതിന്റെയും ശക്തിപ്പെടുത്തുന്നതിന്റെയും ഉദ്ദേശം ക്രിസ്തുവിന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇനി ഞാൻ ഈ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു, ഞാൻ എൻ്റെ ദൗത്യത്തെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ജെറുസലേമിലേക്ക് പോവാണ്, എൻ്റെ ജീവിതം ഞാൻ ബലി കൊടുക്കാൻ പോവാണ്. അപ്പൊ ആ ബലിയുടെ ജീവിതത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു വേദിയാണ്. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാര് നമുക്കറിയാം, ഇത് ഏകദേശം ഇത് തുടക്കത്തിലല്ല, ഈ ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ഏകദേശം അവസാനത്തോട് അടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ക്രിസ്തു ചോദിക്കുന്നത്. യേശു തന്നെ കുറിച്ചുള്ള ജനത്തിന്റെയും ശിഷ്യരുടെ തന്നെ അഭിപ്രായം ആരായാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ശ്രവിച്ചവരാണ്. ഇവര് നിരന്തരമായിട്ട് പ്രബോധനങ്ങൾ ശ്രവിച്ചവരാണ്, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായവരാണ്. അപ്പൊ അങ്ങനെയുള്ള ശിഷ്യന്മാരോട് ഏകദേശം ഒരു നല്ല ഒരു സമയം ക്രിസ്തുവോട് ഒത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഒരു പ്രസക്തി വളരെ കൂടുതലാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവും ആഴമായ അനുഭവവും ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് ശരിയായിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു ആരാണെന്ന്, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണെന്ന് ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രമേ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ അടിസ്ഥാനം എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എനിക്ക് ശരിയായ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ ജ്ഞാനം എൻ്റെ ജീവൻ തന്നെ കീഴ്മേൽ മറിക്കാൻ പര്യാപ്തമാണ്. അത്രയ്ക്ക് അതിന് ശക്തിയുണ്ട്, പവറുണ്ട്. നമ്മൾ പഴയ നിയമത്തില് ദാനിയേലിന്റെ പുസ്തകത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ദാനിയേലില് 14:25, ദാനിയേലിന്റെ പുസ്തകം 14:25 അവിടെ ദാനിയേൽ പറയാണ്, നെബൂഖദ്നേസർ രാജാവിനോട് പറയാണ്, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും, കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. എന്ത് മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പോലെ അല്ല. നമ്മുടെ തന്നെ ജീവിതം നമുക്ക് സമർപ്പിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിന്റെ കൂടെ വസിക്കാനും ഒക്കെ ഒരു വലിയൊരു ശക്തിയാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ജോൺ 17:3 പറയുന്നുണ്ട്, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ അറിവുണ്ടാവുക, പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശുവിന്റെ ദൗത്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയുക എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ക്രിസ്തു നമുക്ക് ആരാണെന്ന ചോദ്യവും നാം ഓരോരുത്തരും എങ്ങനെയാണ് എന്ന ചോദ്യവും ഇടവേളകളിൽ വല്ലപ്പോഴും ചോദിക്കുന്നത് നമുക്ക് പ്രയോജനപ്രദമായിരിക്കും. പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കുറെ നാളൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ എവിടെയാണ്, ഏത് വഴിക്കാണ്, എൻ്റെ ട്രാക്ക് എന്താണ്, ഞാൻ എവിടെ എത്തി, അത് സ്വയം ചോദിക്കുക. ക്രിസ്തു എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അത് നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഭർത്താവ് ഭാര്യയോട് ചോദിക്കാം, ഞാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ചോദിക്കാം, ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതമാണോ, അതോ ഞാൻ പറയുന്നത് പോലെയാണോ പ്രവർത്തിക്കുന്നത്, തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം നമ്മളെ ഒറിജിൻ എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത്, ഈ അഭിപ്രായം നമ്മളിങ്ങനെ ചോദിച്ചാൽ എന്താ മെച്ചം? ഇത് ചോദിക്കുന്നത് വഴി നമ്മളിലെ കുറവുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. തിരുത്തണമെങ്കിൽ നമുക്ക് എളിമ വേണം. അപ്പൊ നമ്മൾ നമ്മുടെ കുറവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയാണ് നമുക്ക് ഇന്ന കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുറവ് സ്വീകരിക്കാനുള്ള നമുക്ക് മനസ്സുണ്ടാവണം, അത് തിരുത്താൻ നമുക്ക് മനസ്സുണ്ടാവണം. അങ്ങനെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വരാനായിട്ട്, നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ എളിമ നമ്മളിൽ ജനിപ്പിക്കും. എളിമയിൽ നമുക്ക് വളരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ നമ്മളെ കുറിച്ച് പ്രശംസിച്ച് പറയാമെന്ന് വിചാരിക്കാം, നന്മ, അപ്പോഴും നമ്മൾ അതിനെ കൂടുതൽ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് അത് ഉപകരിക്കും. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. ഒരർത്ഥത്തില് ക്രിസ്തു തന്നെ ഒരു സമയത്ത് ചോദിച്ചത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചോദിക്കണം, എന്താണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആ പ്രതീക്ഷയ്ക്കകത്ത് ജീവിക്കുന്നുണ്ടോ? അതിൽ മറ്റുള്ളവർ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ദൗത്യം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുദിനം അത് വിശുദ്ധിയിലേക്ക്, അത് കൂടുതൽ സമർപ്പണത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഈ സുവിശേഷ ഭാഗം നമുക്ക് തരുന്ന വെളിച്ചം. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം, 12 വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്. ദിവസം പലവട്ടം ചൊല്ലുന്നുണ്ട്. ഇത് നമുക്കറിയാം, ഈ അപ്പസ്തോല വിശ്വാസ പ്രമാണം തുടക്കം തൊട്ട് സഭയുടെ ആരംഭത്തിൽ ഉണ്ടെങ്കിലും ഈ പുതിയതായിട്ടുള്ള നിക്യ സൂനകദോസ് വിശ്വാസ പ്രമാണം 325-ലും 371 AD-യിലാണ് അത് രൂപപ്പെട്ടത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പിതാവായിട്ടുള്ള ആ ഒരു സത്തയിൽ തുല്യനാണ്, സാരാംശത്തിൽ തുല്യനാണ്, അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു ചെല്ലുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു അവസരമായിട്ട് മാറും. പത്രോസ്ലിയാക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ് ദൈവം, ക്രിസ്തു വലിയ ഉത്തരവാദിത്തങ്ങൾ, സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്തിലും സ്വർഗത്തിലുമുള്ള എല്ലാ അധികാരങ്ങളും പത്രോസിലേക്ക് നൽകുകയാണ്. അപ്പൊ നമ്മൾ വിശ്വാസ പ്രമാണം, ഈ 12 വിശ്വാസത്തെയും ഉൾക്കൊള്ളുന്ന വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. നമ്മളിലൂടെ ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് ഇടവരും. അപ്പോൾ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ആ ഒരു വലിയ ശക്തി അത് നമ്മൾ തിരിച്ചറിയണം. അത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു വലിയ ഒരു സത്യമാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെപ്പറ്റി പറയുന്നത് എനിക്ക് വളരെ ചിന്തോദ്ദീപകമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ വിശ്വാസ പ്രമാണം നിനക്ക് ഒരു കണ്ണാടി പോലെ ആയിരിക്കട്ടെ.
നീ വിശ്വസിക്കുന്നു എന്ന് നീ പറയുന്ന എല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കാണാൻ നീ നിന്നെ തന്നെ അതിൽ നോക്കിക്കാണുക. ഓരോ ദിവസവും നിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. അത്ര വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് വിശുദ്ധ അഗസ്തീനോസ് തരുന്നത്. നിന്റെ വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെ ആയിരിക്കട്ടെ. നമ്മൾ ദിവസവും കണ്ണാടി നോക്കുന്നവരാ. അപ്പൊ നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്പിരിച്വൽ ലൈഫ്, അതിന് നമ്മൾ ക്രിസ്തുവാകുന്ന ആ കണ്ണാടിയിലൂടെ, വിശ്വാസ സത്യങ്ങളാകുന്ന വിശ്വാസ പ്രമാണം ആകുന്ന ആ കണ്ണാടിയിലൂടെ നമ്മളെ തന്നെ കാണാൻ നമ്മൾ ശ്രമിക്കണം. നീ വിശ്വസിക്കുന്നു എന്ന് നീ പറയുന്ന എല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കാണാൻ നീ നിന്നെ തന്നെ അതിൽ നോക്കിക്കാണുക. ഓരോ ദിവസവും നിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന്റെ അർത്ഥം പൂർണ്ണ രൂപത്തിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ എന്ന രീതിയിൽ നമ്മൾ ചൊല്ലുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു അവസരമാണത്. നമുക്ക് ദൈവം ഇത്രയും ഈ 2000 വർഷമായിട്ട് നമുക്ക് ലഭിച്ച ഈ വലിയൊരു ട്രഷർ, വലിയൊരു നിധി, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഈ ഒരു വചനഭാഗം പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതിന് ഞാൻ ഹോളി ഹോം മിനിസ്ട്രിയോട് അതുപോലെ തന്നെ ജസൻ ചേച്ചിയോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നമ്മളോട് വചനം പങ്കുവെച്ച ജോസ് പോൾ ചേട്ടനാണ്. വ്യത്യസ്തരായ ഓരോ ദിവസവും ഓരോരുത്തരുടെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നമ്മളോട് ദൈവവചനം, അവരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കാൻ നമ്മോട് പറയുന്നു. അത് അനുഭവിച്ച് പങ്കുവെക്കാൻ കഴിയാത്തത് പാപാവസ്ഥ മൂലമാണെന്നും, എന്നാൽ യേശു സ്പോളിയേട്ടനെയും കുടുംബത്തെയും എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഓർക്കാം. ഒപ്പം ഇന്നോളം നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ വചനം പങ്കുവെച്ചവര്, ഇനി പങ്കുവെക്കാനുള്ളവർ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഓഡിയോ ഒന്ന് ഓണാക്കാം. നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്, വളരെ കുറച്ചു പേരാണ് അത് ചെയ്യുന്നത്. എല്ലാവരും മുഖം കണ്ട് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞാനും ജെനിയും ആയിരിക്കുന്നത് ലുധിയാനയിലാണ്. ജോസ് പുത്തം വീട്ടിൽ പിതാവിന്റെ സ്ഥലത്താണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ഓഡിയോ ഓണായിക്കോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കണ്ട് പരസ്പരം ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വളരാൻ നമ്മളോട് വചനം പങ്കുവെച്ചവരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. വളരെ വ്യക്തിപരമായ നിയോഗങ്ങളുമായിട്ടാണ് ധാരാളം പേർ നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടെയുള്ളത്. നാളെ രോഗിയായിരിക്കുന്ന ഒരാളുടെ ഓപ്പറേഷനാണ്, നീണ്ട 8 മണിക്കൂർ. അതിനുവേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രാർത്ഥനാ സഹായങ്ങൾ നമ്മളോട് ചോദിച്ചവരുണ്ട്. നമ്മുടെ തന്നെ നിയോഗങ്ങളുണ്ട്. എല്ലാം കർത്താവിന്റെ കയ്യിൽ കൊടുക്കാം. നമ്മളെ നന്നായി അറിയുന്നവന്റെ കരങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് അത് ഏൽപ്പിക്കാം. കാരണം നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയവൻ കർത്താവ് മാത്രമാണ്. ആ ബോധ്യത്തോടെ നമ്മുടെ ഒരാളുടെ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായതല്ല, എൻ്റെ കുടുംബത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടായ്മ മുഴുവൻ്റെയും എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അതെല്ലാം കർത്താവ് കേട്ട് അനുഗ്രഹിച്ചു എന്ന വിശ്വാസത്തോടു കൂടി തന്നെ കർത്താവ് അതെല്ലാം ആ രീതിയിൽ പൂർത്തിയാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളുടെയും പ്രാർത്ഥനകളുടെയും മേൽ അവിടുന്ന് ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ സഭയെയും ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ പിതാക്കന്മാരെയും, വൈദികർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, മാമോദിസയിലൂടെ സഭയ അംഗമായവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം.
പ്രത്യേകിച്ച് മിഷൻ മേഖലകളെ സമർപ്പിക്കാം. ഈ നിങ്ങളോട് പറയുന്ന പോലെ ഈ ദിവസങ്ങളിൽ ഞാനും ജനിയും എല്ലാം മിഷൻ മേഖലകളിലൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ റെക്സൺ ഒറീസയിലാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ഞങ്ങളായിരിക്കുന്ന ഈ പുത്തൻവീട്ടിൽ പിതാവിന്റെ രൂപതയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം പ്രിയപ്പെട്ടവരെ, ധാരാളം വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ തരത്തിൽ നമുക്ക് ഉയർത്താം. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയെ, നമ്മുടെ രക്ഷാധികാരികളായ റെമിജിസ് പിതാവിനെയും അലക്സ് വടക്കുന്നില പിതാവിനെയും, നമ്മളോടൊപ്പം നമ്മളെ കൂടെ നിന്ന് സഹായിക്കുന്ന എല്ലാ പുരോഹിതരെയും, എല്ലാ സമർപ്പിതരെയും, എല്ലാ നേതൃത്വങ്ങളെയും, നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ, നമ്മുടെ മിഷൻ യാത്ര, പ്രത്യേകിച്ച് ഏപ്രിൽ 10 മുതൽ നടക്കുന്ന 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആ മിഷൻ യാത്ര 35 പേരോളം, അതെല്ലാം ഞങ്ങൾ ഇന്ന് നാളെ കഴിഞ്ഞും ഒക്കെ ആയിട്ട് ആ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന എല്ലാം ക്രമപ്പെടുത്താൻ എല്ലാം വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് കൊടുക്കാം. ധാരാളം പ്രേക്ഷിത കുടുംബങ്ങൾ ഉണ്ടാകാൻ, മിഷണറി കുടുംബങ്ങൾ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ ആരാധന, ആരാധന ദൈവമേ, നന്ദി കർത്താവേ, മഹത്വം, ആരാധന. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അറിയുന്നു, ഞങ്ങൾക്കായി അവിടുന്ന് മരിച്ചു, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞങ്ങൾ തേടുമ്പോൾ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തുന്നത് വരെ ഞങ്ങൾക്കായി മാധ്യസ്ഥം തുടരണമേ. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലഹയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണം. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന ഒരു കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് മാതാവിനോട് ചേർന്ന് നന്ദി പറഞ്ഞ ഒരു പാട്ടുപാടാം. എല്ലാവരും നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്ന ജപമാല വഴിയാ. ജനി, ഒരു വാക്ക് പറയാം. ഞാനും ജനി യാത്ര ആരംഭിച്ചിട്ട് ഇന്നാണ് മര്യാദയ്ക്ക് റേറ്റ് കിട്ടിയ ഒരു സ്ഥലം കണ്ടത്. മൈക്ക് മ്യൂട്ടാ ജനി. സന്തോഷം. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരത്തെ വിശുദ്ധ ബലിയിലൊക്കെ ഞങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. കണ്ണൂരോടൊക്കെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന്, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി അവരൊക്കെ പ്രാർത്ഥിക്കുന്നു. സന്തോഷം. ഇന്നിപ്പോ ഇവിടെ പിതാവിന്റെ അടുത്ത് താമസിക്കാൻ ഒരു ഇടം കിട്ടി. കേരളം വിട്ടപ്പിന് ഇന്ന് നല്ല കുത്തരിച്ചോറും നല്ല സാമ്പാറും മോരുകറിയൊക്കെ കിട്ടി പിതാവിന്റെ അടുത്തുനിന്ന്. അപ്പൊ അതൊരു സന്തോഷം. അങ്ങനെ ദൈവം നമ്മൾ ഓരോ രീതിയിൽ പല വിധത്തില് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും അവിടെ കേരളത്തിൽ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ മൂലം ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് എപ്പോഴും ആയിരിക്കാം. പങ്കുവെക്കുന്നുണ്ട്. പിതാവ് ഞങ്ങൾ തൊട്ടടുത്തില്ല. പിതാവിന്റെ മുറിയിലേക്ക് പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പറയാം